ഒരു നാടിനെ മുഴുവൻ നടുക്കിയ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ദാരുണമായ അന്ത്യം. കോയമ്പത്തൂരിൽ 10 വയസ്സുകാരി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട സംഭവം നമ്മളെല്ലാം വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരു കുരുന്നിന് ഈ ഗതി വന്നല്ലോ എന്നോർത്ത് നാം വിതുമ്പുമ്പോൾ നമ്മെ ഭരിക്കുന്നവരും നമ്മുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടവരും ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവരുടെ പ്രതികരണങ്ങൾ എന്താണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മെ വീണ്ടും ഞെട്ടിക്കുകയാണ്. തമിഴ്നാട് മന്ത്രി എസ് കീർത്തനയുടെയും ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നുണ്ടായ അങ്ങേയറ്റം വിവാദപരമായ പ്രതികരണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്ക് ആദ്യം മന്ത്രി എസ് കീർത്തനയുടെ വിഷയത്തിലേക്ക് വരാം. ഈ ദാരുണ സംഭവത്തിന് ശേഷം മാധ്യമപ്രവർത്തകർ മന്ത്രിയെ കാണുകയുണ്ടായി. ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ കേസിൽ സർക്കാർ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നത്? ഇതായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. തികച്ചും പ്രസക്തമായ, വളരെ ഗൗരവത്തോടെ ഉത്തരം പറയേണ്ട ഒരു ചോദ്യം. എന്നാൽ മന്ത്രിയുടെ മറുപടി എന്തായിരുന്നു എന്നറിയാമോ? മന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇപ്പോൾ ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കൂ, രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു 10 വയസ്സുകാരി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത് വെറുമൊരു രാഷ്ട്രീയ കാര്യം മാത്രമാണോ? മാധ്യമപ്രവർത്തകർ വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ മന്ത്രി പറഞ്ഞത് തലൈവർ എന്ത് തീരുമാനമെടുത്താലും അത് ശരിയായിരിക്കും എന്നാണ്. സ്വന്തമായ ഒരു അഭിപ്രായം പോലുമില്ലാതെ ഇത്രയും സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി നൽകിയ മറുപടിയാണിത്. മന്ത്രി പറഞ്ഞ വാക്കുകളേക്കാൾ ആളുകളെയും മാധ്യമങ്ങളെയും പ്രകോപിപ്പിച്ചത് അപ്പോഴുള്ള അവരുടെ ശരീരഭാഷയാണ്. ഈ ഗൗരവമേറിയ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴും ഒഴിഞ്ഞു മാറുമ്പോഴും മന്ത്രിയുടെ മുഖത്ത് ഒരു ചിരിയുണ്ടായിരുന്നു. ഒരു പിഞ്ചു കുഞ്ഞിന്റെ ക്രൂരമായ കൊലപാതകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് ചിരിക്കാൻ കഴിയുക? പ്രതിപക്ഷം വലിയ രീതിയിൽ ഈ വിഷയത്തെ ഏറ്റെടുത്തു. ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്രയും അപക്വമായ ഒരു പ്രതികരണം ഉണ്ടായത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്ന കേസിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഭരണപരമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകൂ എന്ന് പറഞ്ഞ് മന്ത്രി ചിരിച്ചൊഴുകുകയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സമൂഹ മാധ്യമങ്ങളിലും വലിയ തോതിലുള്ള രോഷമാണ് ഇതിനെതിരെ ഉയർന്നത്. ഭരണാധികാരികൾക്ക് സാധാരണക്കാരുടെ ജീവനും വേദനകൾക്കും എന്ത് വിലയാണ് നൽകുന്നത് എന്ന ചോദ്യം ഇവിടെ ശക്തമായി ഉയരുകയാണ്. വിമർശനങ്ങൾ അതിരുകടന്നതോടെ സംഭവത്തിൽ വിശദീകരണവുമായി മന്ത്രി എസ് കീർത്തൻ തന്നെ ഒടുവിൽ രംഗത്തെത്തി. മന്ത്രിയുടെ വിശദീകരണം ഇങ്ങനെയായിരുന്നു: മാധ്യമപ്രവർത്തകരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഞാൻ സ്വാഭാവികമായും ചിരിച്ചതാണ്. അതെന്തെങ്കിലും പ്രത്യേക ചോദ്യത്തിനോ സംഭവത്തിനോ ഉള്ള പ്രതികരണം ആയിരുന്നില്ല. എന്റെ പ്രതികരണം തെറ്റായി വ്യാഖ്യാനിക്കുകയും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മനഃപൂർവ്വം വളച്ചൊടിക്കുകയും ചെയ്തത് നിരാശാജനകമാണ്. ഭരണകക്ഷിയെ പ്രതിപക്ഷം വിമർശിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമാകാം. എന്നാൽ വസ്തുതകളെ വളച്ചൊടിക്കുകയും ഒരാളുടെ സ്വകാര്യ നിമിഷങ്ങളെ രാഷ്ട്രീയ ആയുധങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നത് സമൂഹത്തിന് ആരോഗ്യകരമായ സമീപനമല്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. പക്ഷേ ഈ വിശദീകരണം കൊണ്ട് ജനങ്ങളുടെ രോഷം അടങ്ങിയോ? ഇല്ല എന്ന് തന്നെ പറയണം. കാരണം ഇത്തരം വൈകാരികമായ സന്ദർഭങ്ങളിൽ ജനപ്രതിനിധികൾ പുലർത്തേണ്ട ഒരു മര്യാദയുണ്ട്. അതാണ് ഇവിടെ ലംഘിക്കപ്പെട്ടത്. മന്ത്രിയുടെ ഈ വിവാദം കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഞെട്ടിക്കുന്ന ദൃശ്യം കൂടി പുറത്തു വന്നു. ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ആ ദൃശ്യം. ഈ കേസിനെ കുറിച്ച് വിശദീകരിക്കാൻ കോയമ്പത്തൂർ റേഞ്ച് DIGP സ്വാമിനാഥൻ, കോയമ്പത്തൂർ SP അല്ലട്ടിപ്പള്ളി പവൻകുമാർ റെഡ്ഡി എന്നിവർ ചേർന്ന് ഒരു സംയുക്ത പത്രസമ്മേളനം നടത്തിയിരുന്നു. ആ പത്രസമ്മേളനത്തിടെ പശ്ചിമമേഖല ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് അഥവാ IG RV രമ്യ പുഞ്ചിരിക്കുന്നതായി വീഡിയോയിൽ കാണാമായിരുന്നു. കുഞ്ഞിനെ പീഡിപ്പിച്ചു നിൽക്കുന്ന സംഭവം വിശദീകരിക്കുകയുള്ള പോലീസുകാരുടെ ഈ ചിരി ജനങ്ങളെ ശരിക്കും ഞെട്ടിച്ചു. നിയമപാലകരുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ നിസ്സംഗത വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ചുരുക്കത്തിൽ കോയമ്പത്തൂരിൽ നടന്നത് ഒരു ക്രൂരമായ കൊലപാതകമാണെങ്കിൽ അതിനുശേഷം നടന്ന അധികാരവർഗത്തിന്റെ പ്രതികരണങ്ങൾ സമൂഹത്തിന്റെ മനസാക്ഷിക്ക് മേലുള്ള മറ്റൊരു പ്രഹരമാണ്. അധികാരത്തിലിരിക്കുന്നവർക്കും നിയമപാലകർക്കും ഇത്രത്തോളം സഹാനുഭൂതി ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്?